കൂട്ടുകാരെ നമ്മൾ കുറച്ച് മത്തൻ്റെ ഇല മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. മത്തൻ്റെ ഇലയും ചേമ്പുംതാളും കൊണ്ട് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നമ്മൾ ചേമ്പുംതാൾ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കാൻ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് നമ്മുടെ കണ്ടിച്ചേമ്പിൻ്റെ താളാണിത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുകയാണ്. ഇതിൽ ഒരു ചൊറിച്ചിലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ചില നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. മുളക് കൊണ്ട് തയ്യാറാക്കിയാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, വേപ്പില ചേർക്കാം. അങ്ങ് വഴന്ന് വേണ്ട, ഈ ഒരു ലെവലിൽ എടുത്താൽ മതി. നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, നമുക്ക് ദാള് ചേർത്ത് കൊടുക്കാം, തൈല ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ചേമ്പുംതാള് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ അത് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. ഇത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഴഞ്ഞ് പോവാണ്ട് ഈ ഒരു ലെവലിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഹോട്ടൽ ഭക്ഷണമൊന്നും കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കാണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കറികളൊക്കെ തയ്യാറാക്കി അവർക്ക് കൊടുക്കുക. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.